മറ്റൊരു വാർത്തയിലേക്ക്. കോടതി വളപ്പിൽ വികാരാധീനനായ ഡോക്ടർ വന്ദന കൊലക്കേസ് പ്രതി സന്ദീപ് കുറ്റബോധമുണ്ട് എന്നും അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും സന്ദീപ് മാധ്യമങ്ങളോട് പറഞ്ഞു. മാപ്പ് പറയുന്നു എന്ന ചോദ്യത്തിന് സന്ദീപ് ഉത്തരം നൽകിയില്ല. വന്ദന കൊലക്കേസിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് ഈ മാസം 14 മാറ്റി. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. ദിലീപ് ദേവസ്യ. ദിലീപ്, അയാൾക്ക് ഇത്രയൊരു അവസരമൊന്നും ഒരു മാധ്യമവും കൊടുക്കേണ്ടതില്ല. ഏതായാലും അയാൾ പറയുന്നത് നമ്മൾ കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഇന്ന് കോടതി നടപടികൾ? നികേഷ്, മാധ്യമങ്ങൾ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം നൽകിയില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം വന്നത് കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് ചന്ദനക്കുറി അണിഞ്ഞ് വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഉടുത്ത് ഒരു സാധാരണക്കാരനെ പോലെ താനൊന്നും തെറ്റൊന്നും ചെയ്തില്ല എന്നുള്ളൊരു ധാരണയിൽ വന്ന ഒരു ആളെ കണ്ടപ്പോൾ ആണ് ഇന്ന് ചോദിച്ചത്. ഇന്ന് കുറ്റപത്രം, ഈ വന്ദന വധക്കേസിൻ്റെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു കോടതിയിലേക്ക് എത്തിച്ചത്. ആ നടപടികളാണ് ഈ മാസം 14 തീയതിയിലേക്ക് മാറ്റിയത്. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്താണ് മാധ്യമങ്ങൾ ഇക്കാര്യം അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് തനിക്ക് കുറ്റബോധമുണ്ടെന്നും താൻ അറിഞ്ഞുകൊണ്ടൊന്നല്ല ഈ കുറ്റം ചെയ്തതെന്നുമാണ് പറഞ്ഞത്. മാപ്പ് പറയുന്നോ എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം കൈകൂപ്പി കാണിച്ച് നിശബ്ദനായി നിൽക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം ഒരു നാടകമാണോ എന്നറിയില്ല, അദ്ദേഹം കരയുന്ന ഒരു ശ്രമം നടത്തുകയും ചെയ്തു. ഇത്തരത്തിലെല്ലാം തന്നെ അവിടെ വലിയ തോതിൽ ആളുകളെല്ലാം കൂടിയിരിക്കുകയും ചെയ്തിരുന്നു. 2023 മെയ് 10 തീയതിയായിരുന്നു കേരളത്തിൽ തന്നെ നടുക്കിയ സംഭവം. കൊട്ടാരക്കര ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജനായ വന്ദനദാസിനെ കത്രിക കൊണ്ട് കൊലപ്പെടുത്തിയത്. മദ്യലഹരിയിലെത്തി അദ്ദേഹത്തെ ചികിത്സയ്ക്ക് വേണ്ടി എത്തിച്ചപ്പോഴാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് പോലീസുകാരെയും മറ്റ് സുരക്ഷാ ജീവനക്കാരെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് ഈ വന്ദനദാസിനെ കുത്തി കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ഇന്ന് വിചാരണ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു കോടതിയിൽ എത്തിച്ചത്. ഈ സമയത്തായിരുന്നു അദ്ദേഹം ഈ പ്രതികരണം മാധ്യമങ്ങളോട് നടത്തിയത്. നികേഷ, ദിലീപ് ദേവസ്യ, തൂക്കിക്കൊലക്കെതിരാകുമ്പോഴും ചിലരെ കാണുമ്പോൾ തൂക്കിക്കൊല്ലണമെന്ന് തോന്നും. അതിലൊരാണ് ഇയാൾ.